ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സൂപ്രണ്ടിന് എതിരെ നടപടിക്ക് ശുപാർശ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നും ജയിൽ ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം പരിശോധന നടന്നില്ലെന്ന് കണ്ടെത്തൽ. സെല്ലിലെ ലൈറ്റുകൾ രാത്രി പ്രവർത്തിച്ചില്ല. 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അരുൺ പൂപ്പറമ്പയുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ഈ ജയിൽ ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്? അരുൺ, രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ജയിൽ വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം പോലീസിന്റെ പ്രത്യേകം SIT രൂപീകരിച്ചുള്ള അന്വേഷണവും സംഘത്തിന്റെ അന്വേഷണവും ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജയിൽ DIGയുടെ അന്വേഷണത്തിലെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച കണ്ണൂർ ജയിലിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി തന്നെ വിവരശേഖരണത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിരീക്ഷണ ക്യാമറയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, അതീവ സുരക്ഷാ ബ്ലോക്കാണ് 10ാം ബ്ലോക്ക്. അതിലെ B സെല്ല്. അവിടെ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ മുഴുവൻ സമയവും നിരീക്ഷണ വലയത്തിലാണ്. CCTV സർവൈലൻസ് ഉള്ളതാണ്. അവിടെ രാത്രി നിരീക്ഷണ ക്യാമറകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി, ഈ സെല്ലുകളിലെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടിയിൽ ആളുണ്ടാവേണ്ടതാണ്. പക്ഷെ അതുണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അതായത് ഈ സെല്ലിൽ നിന്ന് ചാടുന്ന പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ ഇത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടിയിൽ ആളുണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. മറ്റൊന്ന്, ഈ രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ സെല്ലുകളിൽ 2 മണിക്കൂർ ഇടവിട്ട് രാത്രിയിലുള്ള ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ കാര്യങ്ങൾ പരിശോധിക്കണം. ഓരോ സെല്ലിലും കാര്യങ്ങൾ പരിശോധിച്ച് അത് സൈൻ ചെയ്യണം. ഓരോ 2 മണിക്കൂറിനിടയിലും സൈൻ ചെയ്യണം എന്നതാണ് ഈ ജയിൽ ചട്ടം. പക്ഷേ അതും പാലിക്കപ്പെട്ടില്ല. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ അന്നേ ദിവസം രാത്രി 12 മണിക്ക് ശേഷം ആ പരിശോധന നടന്നിട്ടില്ല എന്നതാണ് DIGയുടെ ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സെല്ലുകളിൽ രാത്രി സമയങ്ങളിൽ ഈ അന്തേവാസികൾ തടവുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയമാണെങ്കിലും പൂർണ്ണ സമയത്തും ഈ ലൈറ്റുകൾ പ്രവർത്തിക്കണം. സെല്ലിലെ ലൈറ്റുകൾ ഓഫാക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് മറ്റൊരു ജയിൽ ചട്ടം. അതും ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ ഗോവിന്ദച്ചാമി ഈ സെല്ലിൻ്റെ ഇരുമ്പ് പഴുതിനും തൊട്ട് പുറത്താണ് ഇതിൻ്റെ ഈ ലൈറ്റുകളുടെ സ്വിച്ച് ഉണ്ടാവുക. അത് കൈ പുറത്തേക്കിട്ട് അത് ഓഫാക്കാൻ സാധിക്കും എന്നതാണ് പറയുന്നത്. അങ്ങനെ ഗോവിന്ദച്ചാമി ഓഫാക്കിയതായിരിക്കാം എന്നതാണ് പറയുന്നത്. പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഈ സെല്ലിൽ നിന്ന് ഗോവിന്ദച്ചാമി പുറത്തിറങ്ങുന്നത് 1:10 അതിനുശേഷം പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് ഈ ജയിൽ ചാട്ടം നടക്കുന്നത്. അപ്പോൾ അത്ര സമയം ഈ സെല്ലുകളിൽ ഈ ലൈറ്റ്, പ്രത്യേകിച്ച് B സെല്ലിൽ ലൈറ്റ് ഓഫായി കിടക്കുകയായിരുന്നു. അത് ഈ നിരീക്ഷണ ക്യാമറകൾ എല്ലാ സെല്ലിലുമുണ്ട്. അതിലൂടെ ഈ ലൈറ്റ് ഓഫായത് ശ്രദ്ധിക്കുന്നതാണ്. രാത്രി അതിൽ ഡ്യൂട്ടിയിൽ ഈ നിരീക്ഷണ ക്യാമറകൾ കൃത്യമായ സെല്ലിൽ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടിയിൽ ആളില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം ശ്രദ്ധിക്കാതെ വന്നത് എന്നതാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ എന്തായാലും പറയുന്നത്. മറ്റൊന്ന്, ഈ ഇലക്ട്രിക് ഫെൻസിംഗ് ആണ്. ഇത് 7.5 മീറ്റർ ഉയരമുള്ള ഈ ജയിലിൻ്റെ മതിലിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. അതും മറികടന്നാണ് അതിൽ ഈ തുണി കെട്ടിയാണ് ഈ ഗോവിന്ദച്ചാമി പുറത്തേക്ക് കടന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫെൻസിങ് 6 മാസമായി പ്രവർത്തിക്കുന്നില്ല. അതിൽ 1.5 മാസം മുമ്പ് അതിൻ്റെ തകരാർ പരിഹരിച്ചു എന്ന് ജയിൽ അധികൃതർ അറിയിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ അത് പ്രവർത്തിച്ചിരുന്ന അതിൽ വൈദ്യുതി പ്രവാഹം പിന്നീടും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 6 മാസമായി ഇലക്ട്രിക് ഫെൻസിങ്ങും പ്രവർത്തിക്കില്ല. അങ്ങനെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട്. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ശുപാർശ ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ അത് കഴിഞ്ഞ ദിവസത്തെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കൊടും കുറ്റവാളി ആണ് ഗോവിന്ദച്ചാമി. സാധാരണ ചെറിയ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തല്ല അകത്തു പോയിട്ടുള്ളത്. അതിൽ അതീവ സുരക്ഷ വേണ്ടതാണ്. ദിവസങ്ങളെടുത്താണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയതെന്ന് അയാൾ തന്നെ പറയുന്നു.
അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ഒരു പാളിച്ചയോ സുരക്ഷാ വീഴ്ചയോ ആയി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. പല ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ ഡ്യൂട്ടിയിൽ മാറി മാറി വന്നു കാണും പല ദിവസങ്ങളിലായി. അപ്പോൾ എവിടെയും ഈ ഒരു സുരക്ഷാ വീഴ്ച ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു കാര്യമായി തന്നെ കാണേണ്ടതല്ലേ? അതങ്ങനെ തന്നെയല്ലേ? അസ്മിത, ഇതിൽ ഈ ജയിൽ ചാട്ടം നടന്ന അന്നേ ദിവസത്തെ സംഭവങ്ങൾ മാത്രമല്ല, ഈ ഇരുമ്പ്, അതായത് നമ്മുടെ സെല്ലിലെ ഇരുമ്പ് കമ്പി മുറിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പും അതിന് ആവശ്യമായിട്ടുള്ള ഈ ബ്ലേഡ് സമാനമായിട്ടുള്ള ആ ആയുധം ഉൾപ്പെടെ കണ്ടെത്തുകയും അത് ഈ സെല്ലിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വളരെ പതിയാണ് ഇത് മുറിച്ചു തുടങ്ങിയത്. അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു. അതിൻ്റെ വിവരങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നതാണ്. ഇതെല്ലാം ഈ ജയിൽ ഉദ്യോഗസ്ഥർ, ഇത് സുരക്ഷാ ജീവനക്കാർ അത് ശ്രദ്ധിക്കാതെ പോയി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, എല്ലാ ദിവസവും റൊട്ടീനായിട്ടുള്ള പരിശോധന സെല്ലിൽ നടക്കേണ്ടതാണ്. അത്തരം റൊട്ടീൻ പരിശോധനകൾ, പ്രത്യേകിച്ച് അതീവ സുരക്ഷാ സെല്ലാണ്, ബ്ലോക്കാണ്. അവിടെ ഇത്തരത്തിലുള്ള കുറ്റവാളികളാണ് ഉള്ളത്. അപകടകാരിയായിട്ടുള്ള കുറ്റവാളികൾ പാർപ്പിക്കുന്ന ആ ബ്ലോക്കിൽ ദിവസേനയുള്ള പരിശോധന നടന്നിട്ടില്ലേ എന്ന ചോദ്യം അവിടെ പ്രസക്തമായി ഉയരുകയാണ്. അങ്ങനെ പരിശോധന നടന്നിട്ടുണ്ടെങ്കിൽ ഈ സെല്ലിൽ ഇത്തരത്തിലൊരു ആയുധം അയാൾ സൂക്ഷിച്ച് ഇത്തരത്തിൽ ദിവസങ്ങളായി ഈ കമ്പി മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നൊന്നും എന്തുകൊണ്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി എന്നത് ഈ ഗോവിന്ദച്ചാമിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അങ്ങനെ ശ്രമം നടത്തിയാലും പ്രത്യക്ഷമായി തന്നെ കാണുന്ന ഈ സെല്ലിലെ ആ ഇരുമ്പ് കമ്പി മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ആയുള്ള തയ്യാറെടുപ്പ് മാസങ്ങളായി നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആസൂത്രണം എന്തുകൊണ്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും അത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണം നടത്താൻ മാത്രമേ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. മറ്റൊന്ന്, ജയിലിനകത്ത് തന്നെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഗോവിന്ദച്ചാമി ഇത് ഒറ്റക്കാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഗോവിന്ദച്ചാമിയുടെ മൊഴിയിൽ പറയുന്നത് താൻ ഒറ്റക്കാണ് ഇങ്ങനെ ചെയ്തത്. മറ്റ് ചില തടവുകാർക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു, അവരോട് ഈ കാര്യം പങ്കുവച്ചിരുന്നു. ഈ സെല്ലിൽ തന്നെ ഉണ്ടായിരുന്ന സഹതടവുകാരനോട് ഇതിൽ കാര്യങ്ങൾ പങ്കുവച്ച് അയാളും ഈ പദ്ധതിയുടെ ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗോവിന്ദച്ചാമിക്ക് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വിശദമായ അന്വേഷണം ആവശ്യമാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.